മതനിന്ദ ആകാം. യെസ്, മതനിന്ദ നിയമത്തിനെതിരെ. ഓക്കെ, അതായത് മതനിന്ദ ആകണം, മതനിന്ദ നിയമങ്ങൾ എടുത്ത് കളയണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ ഇസ്ലാമൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അത് ലോകത്ത് എല്ലായിടത്തും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഈ പറയുന്ന ജിഹാദിസം കടന്നു വരുന്നു എന്ന് പറയുന്നത്. അതിനെ തടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മതനിന്ദ നിയമങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഇതാണ് അതിന്റെ ബിഗർ പിക്ചർ. ഇതിന്റെ ബിഗർ ക്യാൻവാസിലുള്ള വിഷയം അതാണ്. ഇവിടെ രാഹുൽ എടുക്കുന്ന പൊസിഷന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർവി ബാബു അല്ലെങ്കിൽ ഷാബു ഒക്കെ പറയുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നു. അവർ വിശ്വാസികളുടെ പക്ഷത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ വിശ്വാസിയാണ്. അതെ, രാഹുൽ ഈശ്വർ വിശ്വാസിയായിരിക്കെ ഈ പറയുന്ന സംഗതി സത്യത്തിൽ ആർക്കാണ് അനുകൂലം? അത് ജിഹാദികൾക്കാണ് അനുകൂലം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം രാഹുലെ പറഞ്ഞുതരാം. രാഹുൽ കേൾക്കൂ. ജിഹാദികളുടെ പക്ഷക്കാരൻ എന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അങ്ങനെ ഒരു രാഹുൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ആർ വി ബാബുവാണ് ഷാബുവാണിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിത് പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് വൺ സൈഡഡ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ വൺ സൈഡഡ് ആയിട്ടുള്ള പ്രതികരണമല്ല. ഈ പറയുന്ന രണ്ട് പക്ഷത്തും അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരിത് മൈൻഡ് ചെയ്യില്ല. ഇതൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ നടന്നിരുന്നു. മീശമാധവൻ ഇന്ന് ഇറങ്ങില്ലായിരുന്നു, അല്ലെങ്കിൽ നിർമാല്യം ഇന്ന് ഇവിടെ ഇറങ്ങില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ പണ്ടത് ഇറങ്ങിയിട്ടുണ്ട്. MF ഹുസൈൻ ഇവിടെ ചിത്രം വരച്ച് വർഷങ്ങളോളം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് എടുക്കാവുന്ന പൊസിഷനാണ്. കാരണം എന്താണ്? അവർക്ക് കുരു പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് പൊട്ടുന്നതിന്റെ കാരണം എന്താ? ഈ വൺ സൈഡഡ് പ്രതികരണം കാണുമ്പോഴാണ്. കാരണം മതനിന്ദാ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഈക്വലി അപ്ലൈ ചെയ്യണം. നിങ്ങൾ അതല്ല ഇവിടെ നടക്കുന്നത്. അത് മുസ്ലിം പക്ഷത്തുള്ള ആളുകൾക്ക് മാത്രം വെപ്പണൈസ് ചെയ്യാനുള്ള അവസരമാക്കി വെക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള അപ്പുറം ഇപ്പുറം ഇല്ലാത്ത ആളുകൾ മുന്നിട്ട് ഇത് പറയുമ്പോ കേൾക്കൂ രാഹുൽ ഈശ്വറിന്റെ ഇരട്ടത്താപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. അപ്പോ ഇതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാത്ത രീതിയിൽ ഇതിനെ ഈ രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ ഇത് വളമാകുന്ന ആർക്കാണ്? ഈ മതനിന്ദാ നിയമത്തെ വെപ്പണൈസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് വളമാകുന്നത്. അവർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണ്? ഈ പറയുന്ന രീതിയിലുള്ള ഇസ്ലാമൈസേഷൻ എളുപ്പമാക്കുക അവർ ചെയ്യുന്നത്. ആ സാധനത്തിന് ഇവിടെ വളമാകുന്നു. കാരണം നിങ്ങൾ ഈ പറയുന്ന നിയമം ഇപ്പൊ രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോൾ ഇതിന്റെ ചരിത്രവും ഇതുപോലെ കുറെ ഗാന്ധിജീനെ തെറി വിളിച്ചാലൊക്കെ ഇതങ്ങ് മാറുന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും മാറില്ല. ഇതിന്റെ ചരിത്രം എന്താ? ഈ പറയുന്ന ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ വന്നത് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ ഒരു ശിവനെയോ കൃഷ്ണനെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന മതനിന്ദാ നിയമം ഇവിടെ ആദ്യം കണ്ടുപിടിച്ചത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ മതനിന്ദാ നിയമം വേണമെന്നും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും രക്ഷിക്കണമെന്നും പറയുമ്പോൾ ഇത് സനാതന ധർമ്മത്തിന് പോലും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ആ സാധനമാണ് വേണമെന്ന് ഈ രാഹുൽ ഈശ്വർ പറയുമ്പോൾ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അത് ജിഹാദികളുടെ ശബ്ദമാണ്. അത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരേപോലെയാണെന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാക്കുന്നു. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ആ പണി നിർത്തുക. ഇതൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു രാഹുലെ. ഈ പണിയൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു. ആ പണി നിർത്തുക. എന്നിട്ട് ഇനി മതനിന്ദാ നിയമത്തിനെതിരെ പറയാൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആർ വി ബാബുവിനും ഷാബുവിന് പോലും മതനിന്ദക്കെതിരെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പുരോഗമനം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ജിഹാദിത്തരമാണ്. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും വളരെ ഗുരുതരമായ ആരോപണമാണ് താങ്കൾക്കെതിരെ. മോശം പ്രതിച്ഛായ വീണ്ടും അത് കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അത് കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അതും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. ഓക്കെ, രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ചെയ്യുന്നതും കൂട്ടിക്കൊടുപ്പാണ്, ഗോഡ്സെ ചെയ്തതും കൂട്ടിക്കൊടുപ്പാണ്. ഒരു സംശയമല്ല. ഓക്കെ, ഒന്ന് ഹിന്ദുത്വ കൂട്ടിക്കൊടുപ്പാണെങ്കിൽ ഇവിടെ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാമർശങ്ങൾ നിർത്തുക. രാഹുൽ പറയട്ടെ. ഇനി മഞ്ജുഷ് തിരിച്ചുള്ള മറുപടി. ആരിഫ് ഇങ്ങോട്ട് ആക്രമണം സംസാരിച്ചാൽ ഇരട്ടി ആക്രമണം സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷെ ആരിഫ് പറഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ട്. ആരിഫിന്റെ ലിബറൽ പൊസിഷനാണ്. കൺസർവേറ്റീവ് പൊസിഷൻ മറ്റൊന്നുണ്ട്. ആ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മതവികാരമില്ലേ? ഹിന്ദുക്കൾക്ക് ഈശ്വര വിശ്വാസമില്ലേ? നാളെ ഉണ്ടെന്നും അത് പൊട്ടാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കുരു ഉണ്ടെന്നും ആ കുരു പൊട്ടി ഒലിച്ച് പഴുക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് രാഹുലെ. ഇത് സെൻസിറ്റിവിറ്റിയാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കുരു ഉണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള അവകാശം, അത് പഴുക്കാനുള്ള അവകാശം, അതിൽ പുഴു വരിക്കാനുള്ള അവകാശവും അത് മുസ്ലിമിന് മാത്രമല്ല, അത് ഹിന്ദുവിന് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പുറകിലിരിക്കുന്ന ഇന്ത്യൻ പതാക ആരിഫിന്റെ ആരെങ്കിലും കത്തിച്ച ആരിഫിന് ദേഷ്യം വരില്ലേ?
അത് ആരിഫിന് കുരുമുട്ടുന്ന വേണോ? ആരിഫ് എന്ന ഇന്ത്യക്കാരന് തോന്നുന്ന ഇന്ത്യയോടുള്ള സ്നേഹമല്ലേ? നമ്മുടെ ഭരണഘടനയെങ്കിലും കത്തിച്ചാൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുമോ? എന്റെ പൊന്ന് രാഹുൽ, ഇവിടെ മനുസ്മൃതി കത്തിച്ചിട്ടും ഇവിടെ ഗീത കത്തിച്ചിട്ടും ഗുരുപൊട്ടാത്ത ഹിന്ദു ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കൂ. എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് ആചരിക്കുന്ന ഒരു രാജ്യത്തിരുന്നിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഒരു ഖുർആൻ കത്തിക്കാൻ ഒരാൾക്കും പറ്റില്ല. അത് മാത്രം പേടിയാണ്. അംബേദ്കറെ ഏറ്റവും വലിയ മഹാനായിട്ട് കൊണ്ടു നടക്കുന്ന സംഘപരിവാറുള്ള നാടാണിത്. മനുസ്മൃതി കത്തിച്ച സംഘപരിവാറിനെ ആരാധിക്കുന്ന സംഘപരിവാറുള്ള നാടാണിത്. അതുകൊണ്ട് ലിബറലിസം എന്താണ് കൂടുതൽ ഉണ്ടാക്കാൻ വരണ്ട രാഹുൽ ഈശ്വറിന്റെ കപട മുഖം ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പിനെങ്കിലും നിർത്തൂ. ഓക്കെ, വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ ക്ലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാൻ ഇനിയെങ്കിലും ശ്രമിക്കുക. ഈ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യം പറയുന്നത് നിർത്തുക. അതാ വേണ്ടത്. ഇന്ത്യയുടെ കൊടി കത്തിച്ചാൽ നമ്മൾ അയാളെ ശിക്ഷിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ കുരുപൊട്ടുന്നോണ്ടാണോ? അല്ല, ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഭരണഘടന ഒരാൾ കത്തിച്ചാൽ അതിനെ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരണഘടനയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ശ്രീ ആരിഫ് കള്ളം പറയാണ് ഗീത കത്തിച്ചു എന്ന്. മനുസ്മൃതി ഒരു ഹിന്ദുവിനും സേക്രഡ് ഗ്രന്ഥമല്ല, സ്മൃതികളല്ല, നമ്മൾ ശ്രുതികളെ അത് നമുക്ക് അംബേദ്കറെ വിളിച്ച് പറയാം. അംബേദ്കറിന്റെ നമ്പർ തന്നാൽ മതി, നമുക്ക് വിളിച്ച് പറയാം. കത്തിക്കേണ്ടിയിരുന്നത് മനുസ്മൃതി അല്ല, അത് ഗീതയായിരുന്നു എന്ന് നമുക്ക് വിളിച്ച് പറയാം. എന്റെ രാഹുൽ ഈശ്വർ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഏത് ലോകത്താ ജീവിക്കുന്നത്? രാഹുൽ ഈശ്വർ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഈ പരിപ്പൊന്നും ഇവിടെ വേവില്ല. നമ്മളിവിടെ മിണ്ടാണ്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വറാണ് കിടന്ന് ഇതേപോലെ ഒച്ചമ്പോളം ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ കൊടി കത്തിച്ചാൽ നമ്മൾ പ്രതിഷേധിക്കുന്നത് നമ്മുടെ കുരു പൊട്ടുന്നതല്ല, ഇന്ത്യയോടുള്ള സ്നേഹമാണ്. ജയിലിൽ കിടക്കണം. അപ്പൊ മുഹമ്മദ് നബീന്റെ പേര് പറഞ്ഞാൽ കൈ വെട്ടുന്നത് അപ്പൊ ഓക്കെ ആണോ? തെറ്റാണ്. കൈ വെട്ടുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. കാര്യം അത് പക്ഷെ ഇന്നത്തെ ഇവിടുത്തെ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. അവരിപ്പോഴും പറയുന്നത് അത് പ്രശ്നമാണ്, അത് വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് അതിനെ അനുകൂലിക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈവെട്ടിയത് നന്നായി എന്നാണ് പറയുന്നത്. അല്ല, അത് ഏത് മുസ്ലിമാണ് അത് അനുകൂലിക്കാത്തത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനും അതിനെ അനുകൂലിച്ചിരുന്ന ഒരു മുസ്ലിമായിരുന്നു. അല്ലല്ല, അതങ്ങനെയല്ല. അത് ഇസ്ലാമിന്റെ ഒരു പൊസിഷനാണ്. നിങ്ങൾ സ്വന്തം ഉമ്മയെക്കാളും വാപ്പയെക്കാളും സ്നേഹിക്കേണ്ടതും ഈ മുഹമ്മദ് നബിയെ അള്ളാഹുവിനെയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ചെറിയ കുട്ടികൾ പോലെ അങ്ങനെ വിശ്വസിക്കുന്നത്. ഏത് കൊച്ചു കുട്ടിയെയും വിളിച്ച് മുസ്ലിമിനെ വിളിച്ച് നിങ്ങൾ ചോദിക്കുക, അവർ അതേ പറയുള്ളൂ. സ്വന്തം വാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ സ്നേഹിക്കേണ്ടതും ആ മുഹമ്മദ് നബിയാണെന്നേ പറയുള്ളൂ. അതുകൊണ്ട് അത് ഓരോ മുസ്ലിമിന്റെ പൊസിഷൻ അത് തന്നെയാണ്.